जगन्नाथ बलदेव सुभद्रा महारानी की जय। श्री श्री राधा वृंदावन कृष्ण भगवान की जय। गौर निताई की जय। श्रील प्रभुपाद की जय। हरे कृष्ण। എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ജഗന്നാഥ് രഥയാത്രാ മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എത്ര പേരാണ് ജഗന്നാഥ് പുരി ക്ഷേത്രം സന്ദർശിച്ചിട്ടുള്ളത്? പകുതിയോളം ആൾക്കാർ. ബാക്കിയുള്ളവർ ജഗന്നാഥ് പുരി പോയിട്ടില്ല. അതായത് ജഗന്നാഥ് സ്വാമി ഒരു വ്യത്യസ്തമായ ഒരു കോമ്പിനേഷനാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ വൃന്ദാവന ഭാവവും ദ്വാരകാ ഭാവവും സമന്വയം ഒരുമിച്ചായതാണ് ജഗന്നാഥ സ്വാമി. കുറച്ച് ഡിഫറെന്റ് ആണ്. ദ്വാരകയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണി സമേതനായിരിക്കുന്നു. വൃന്ദാവനത്തിൽ കൃഷ്ണ ഭഗവാൻ ആരുടെ കൂടെയാണ്? രാധാ സമേതനായി. ഗോപിക, ഇവിടെ ആർക്കെങ്കിലും ഗോപിക എന്ന് പേരുണ്ടോ? ഒരാൾക്കേ ഉള്ളൂ. ആർക്കെങ്കിലും കാടക എന്ന പേരുണ്ടോ? എത്ര പേരുടെ വീട്ടിലാണ് അങ്ങനെ വിളിക്കാറ്? ആരെയും വിളിക്കാറില്ല. ഗോപിക, രാധിക. ഗോപസ്ത്രീകളിൽ ഏറ്റവും ഉയർന്ന വ്യക്തിയാണ് ഗോപിക എന്ന് പറയുന്നത്. ആ വാക്കിന്റെ അർത്ഥം ഖ എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായ, ഗോപിക എന്ന് വെച്ചാൽ ഗോപസ്ത്രീകളിൽ ശ്രേഷ്ഠമായ വ്യക്തി. രാധിക എന്ന് വെച്ചാൽ ആരാധന ചെയ്യുന്നവരിൽ ശ്രേഷ്ഠമായ വ്യക്തി. ഭഗവാനെ ആരാധിക്കുന്നതിൽ ഏറ്റവും ഉയർന്ന വ്യക്തി രാധിക. താടക എന്ന് വെച്ചാൽ പീഡിപ്പിക്കുന്നവരിൽ ഉയർന്ന വ്യക്തി. അതുകൊണ്ടാണ് ആ സ്ത്രീക്ക് എന്താ പേര്? കേരളത്തിൽ ഒരുപാട് ഭർത്താക്കന്മാർ സ്നേഹത്തോട് ഭാര്യയെ വിളിക്കുന്ന ഒരു വാക്കാണ് ഏത്? അപ്പൊ ഗോപസ്ത്രീകളിൽ ശ്രേഷ്ഠയാണ് ഗോപിക. വൃന്ദാവനത്തില് അങ്ങനത്തെ ഗോപിക, രാധാറാണി സമേതനായി ഭഗവാൻ കൃഷ്ണനുണ്ട്. ദ്വാരകയിൽ ആരോടൊപ്പമാണ് ഇരിക്കുന്നത്? ആരെ കൂടെയാ? രുക്മിണി സമേതനായി. ഇത് രണ്ടിനും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. രുക്മിണിയുടെ കൂടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു ജീവിതവും രാധാറാണിയുടെ കൂടെ വിരഹം ഉണ്ട് എന്നാൽ ഇല്ല, അങ്ങനത്തെ ഒരു ഭാവം. ഇതിൽ ഏത് ബന്ധത്തിനാണ് മാധുര്യം കൂടുതൽ? രുക്മിണി അടുത്ത് ഉള്ള കൃഷ്ണ ഭഗവാന്റെ ബന്ധത്തിനാണോ, അല്ല ശ്രീമതി രാധികാദേവിയുടെ കൂടെ ഉള്ള ഭഗവാന്റെ ബന്ധം? ഏത് ബന്ധത്തിനാണ് മാധുര്യം കൂടുതൽ? രാധാറാണി. എന്തുകൊണ്ടാണ്? കല്യാണം കഴിച്ചിട്ടില്ല. രാധാറാണി വിരഹഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ശാസ്ത്രങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് രാമായണത്തിൽ സീതാദേവി വിരഹത്തിലുണ്ടായി, ലക്ഷ്മണൻ, ഭരത, ശത്രുഘ്ന എല്ലാവരും വിരഹത്തിലായി. അതേപോലെ ഭാഗവതത്തിൽ നന്ദഗോപർ, യശോദാദേവി, ദേവകി, വസുദേവർ, സുഭദ്ര, രോഹിണി എല്ലാ കഥാപാത്രങ്ങളും ഭഗവാനിലിരുന്ന് പിരിഞ്ഞ് വിരഹത്തിൽ. വിരഹഭക്തി. ആ കൃഷ്ണ ഭഗവാനെ അറിയണം, എനിക്കും കൃഷ്ണ ഭഗവാനും തമ്മിലുള്ള നഷ്ടപ്പെട്ട ബന്ധത്തിനെ പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഉയർന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങളോടൊപ്പം അരമണിക്കൂർ സംസാരിക്കുന്നു. ഈ അരമണിക്കൂറും
ഞാൻ ഇങ്ങനെ കൈ അടച്ചു വെച്ചിരിക്കുകയാണ്, തുറന്നിട്ടേ ഇല്ല. ഞാൻ ഇങ്ങനെ കൈയും അടച്ചു വെച്ച് അരമണിക്കൂർ സംസാരിച്ചുകൊണ്ടിരുന്നാല് നിങ്ങളുടെ മനസ്സിൽ എന്ത് സംശയമായിരിക്കും തോന്നുക? എന്ത് തോന്നും? ആ കൈയിനകത്ത് എന്തായിരിക്കും ഇല്ലേ? ഇതേ രണ്ട് കൈയും തുറന്നു വെച്ചാൽ എന്തെങ്കിലും സംശയം വരുമോ? അതായത് ചില വസ്തുക്കൾ നമുക്ക് കിട്ടാതെ വരുമ്പോൾ അതിന് താല്പര്യം കൂടും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു താല്പര്യവും ഉണ്ടാകില്ല. ചിലർക്ക് പുതിയ സാധനം കിട്ടിയ ഉടനെ ഒരാഴ്ച അതിനെ തുടച്ച് സൂക്ഷിച്ചിട്ട് വരും. 2 ആഴ്ച കഴിയുമ്പോൾ അത് മുറ്റത്ത് തറയിൽ കിടക്കും, നിലത്ത് കിടക്കും. പക്ഷെ ഇവിടെ അതുപോലെ ഒരു ആകാംക്ഷ ഉണ്ടെങ്കിലും ഭഗവാനെ ലഭ്യമായി കഴിഞ്ഞാൽ ആനന്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അതിന് കുറവുണ്ടാകും. ഒരു പ്ലേറ്റില് പഞ്ചസാരയും ഇനി ഒരു പ്ലേറ്റിൽ ഉപ്പും തന്നാൽ എന്തെടുക്കും? എല്ലാവരും പഞ്ചസാര എടുക്കും. ഒരു കപ്പില് പഞ്ചസാരയും ഇനി ഒരു കപ്പില് പാൽപ്പായസവും തന്നാലോ? പാൽപ്പായസം. പാൽപ്പായസം ഒരു സൈഡും ഇനി ഒരു സൈഡ് ഐസ്ക്രീമും തന്നാൽ എന്തെടുക്കും? എല്ലാരും. മധുരമാണെങ്കിലും ദിനം പ്രതി ആ മാധുര്യത്തിന്റെ കാഠിന്യം കൂടിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും അത് പുറകോട്ട് വരില്ല. ഇവിടെ എല്ലാവർക്കും ബന്ധങ്ങളുണ്ട്, എല്ലാം വിവാഹം കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ മക്കളുള്ളവരാണ്. ഈ ലോകത്ത് പല തരത്തിലുള്ള ബന്ധങ്ങളുള്ളവരാണ് ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം. ഇപ്പൊ വിവാഹ ബന്ധം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടുള്ള ബന്ധം, ഇത് ഡെയിലി കൂടിക്കൊണ്ടേയിരിക്കോ? അല്ല എവിടെയെങ്കിലും വെച്ച് മതിയായി എന്ന് തോന്നുന്നു? കൂടിക്കൊണ്ടേയിരിക്കോ? ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻ, രാവിലെ ചേട്ടനെ കണ്ടില്ലെങ്കിൽ വന്നിട്ട് സമാധാനം, അങ്ങനെയൊക്കെയാണ്. പലപ്പോഴും അതൊരു കർത്തവ്യം, പ്രാരാബ്ദം എന്ന് വിചാരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നും ആസ്വാദനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കില്ല. ദുർവാസ മഹർഷി രാധാറാണിക്ക് 2 അനുഗ്രഹം തന്നു. എന്തൊക്കെയാണ് 2 അനുഗ്രഹം എന്ന് വെച്ചാല്, ഒരു ദിവസം പാചകം ചെയ്ത വസ്തു വീണ്ടും രാധാറാണി ആവർത്തിക്കേയില്ല. എത്ര പേരുടെ വീട്ടിൽ അങ്ങനെയാണ്? ഡെയിലി പുതിയത് അതേ അവിയൽ, അതേ ചോറ്, കളറിന് പോലും മാറ്റമില്ല അല്ലേ? പക്ഷെ രാധാറാണി ഒരു ദിവസം പാചകം ചെയ്താല് വീണ്ടും അടുത്ത ദിവസം അത് ആവർത്തിക്കില്ല. മനസ്സിലായോ? അതേപോലെ രണ്ടാമത്തെ അനുഗ്രഹം എന്താണെന്ന് വെച്ചാല്, തലേന്ന് പാചകം ചെയ്തതിനേക്കാളും അടുത്ത ദിവസം അതിന്റെ സ്വാദ് ഒരു പടി കൂടെയുള്ളൂ, കുറയില്ല. ഇങ്ങനെ 2 അനുഗ്രഹം കിട്ടി. ആർക്ക്? രാധാറാണി. ഈ ജഗന്നാഥ് സ്വാമിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചപ്പൻ ഭോഗ് നിവേദിക്കും. പ്രഭുവിന് മലയാളം മനസ്സിലാവോ? ജഗന്നാഥ് സ്വാമിക്ക് ഉച്ചയ്ക്ക് ഒരു രാജഭോഗ് എന്ന് പറഞ്ഞ ഒരു ഭക്ഷണം നിവേദിക്കും, ഭക്ഷണ പദാർത്ഥം. അതിന് ചപ്പൻ ഭോഗ് എന്നും പറയാറുണ്ട്. ചപ്പൻ ഭോഗ് എന്ന് വെച്ചാല് 56 ഐറ്റം. എന്തിനാണ് 56? ഒരു 25ഓ അല്ലെങ്കിൽ 58ഓ അല്ലെങ്കിൽ 42, ഏതെങ്കിലും ഒരു നമ്പർ ആയിക്കൂടെ? അതെന്താ ജഗന്നാഥിന് 56 ഐറ്റം? ഇവിടെ എത്ര പേരാണ് ഡെയിലി 56 ഐറ്റം വെച്ച് കഴിക്കുന്നവര്? ഞാനൊരു വീട്ടിൽ പോയപ്പോ ഒരു കുഞ്ഞ് വന്ന് പറയാണ്, പ്രഭു ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണേ. ഞാൻ ചോദിച്ചു അതെന്താ? പ്രഭു ഒക്കെ വരുമ്പോ പ്രഭുവിനെ പോലെ ആൾക്കാർ വരുമ്പോ അമ്മ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ചൂടാക്കി ഒരേ സാധനം തന്നെ തരും. ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. യശോദാ മാതാവിന്റെ അടുത്ത് എനിക്ക് 8 ഐറ്റം ഡെയിലി പുതിയത്. കൃഷ്ണ ഭഗവാന്റെ ഒരു പ്രത്യേക രീതിയാണ്. കൃഷ്ണ ഭഗവാൻ ഒരു ദിവസം 7 നേരം കഴിക്കും. ഗൗരപ്രിയ എത്ര നേരം കഴിക്കും ഒരു ദിവസം? 3 തരുള്ള അമ്മ. കൃഷ്ണ ഭഗവാൻ ഒരു ദിവസം എത്ര നേരം കഴിക്കുന്നത്? 7 തവണ കഴിക്കും. രാവിലെ കണ്ണു തുറക്കുമ്പോഴേ സ്വീറ്റ് കഴിച്ചിട്ടേ കണ്ണു തുറക്കുള്ളൂ. ഏത് കേരളത്തിലും നല്ല ഭാരതത്തിൽ ഏത് ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയാലും
രാവിലെ മധുരപലഹാരം സമർപ്പിച്ചാണ് ഭഗവാന്റെ നിർമാല്യത്തിന് ഉണർത്തുക. ഗുരുവായൂരിൽ തിരുമധുരം പായസം രാവിലെ തരും. ചില അമ്പലങ്ങളിൽ രാവിലെ ഉണ്ണിയപ്പം കിട്ടും. ഇസ്കോണിൽ രാവിലെ പായസം, അതും മറ്റേ കുറുക്കിയ സ്ട്രോങ് ഹെവി പായസം കൊടുത്ത്. ഇത് കൊടുത്താലേ കൃഷ്ണ ഭഗവാൻ രാവിലെ റെഡിയാവും. നിങ്ങളുടെ എത്ര പേരുടെ വീട്ടിലാണ് അമ്മമാര് പായസം കൊടുത്ത് രാവിലെ ഉണർത്തുന്നത്? ഒന്നുമില്ല. ആദ്യം പറയും മോളെ, അടുത്ത സൗണ്ട് നീ എണീക്ക്, 3 പിന്നെ കഴുതാ കുരങ്ങ്. ശ്രീകൃഷ്ണ ഭഗവാന് ഭാരതത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും രാവിലെ മധുര പലഹാരം. അപ്പൊ തുടങ്ങും ഭഗവാന്റെ ഭക്ഷണം കഴിക്കും. ഒരു ദിവസം എത്ര നേരം കഴിക്കും? 7 നേരം. അപ്പൊ ഭഗവാൻ യശോദ എടുത്ത് പറഞ്ഞു, ഞാൻ ഡെയിലി 7 നേരം കഴിക്കും, പക്ഷെ ഒന്ന് എക്സ്ട്രാ ഡെയിലി 8 പുതിയ ഐറ്റം എനിക്ക് തരണം. എത്ര പേരുടെ വീട്ടിലാണ് മക്കൾ അമ്മമാരുടെ അടുത്ത് എനിക്ക് അത് വേണം ഇത് വേണം വേറെ എന്തെങ്കിലും ചെയ്ത് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എത്ര പേര് വീട്ടിലുണ്ട്? എല്ലാവരുടെ വീട്ടിലും. ഇതെല്ലാം തുടങ്ങി വെച്ചത് ആരാ? ഭഗവാൻ. ഡെയിലി 7 times 8 പുതിയ ഐറ്റം, 8 പുതിയ ഐറ്റം തരണം. വലിയ പാടാ യശോദയുടെ കാര്യം. ഇപ്പോ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഭഗവാൻ എന്ത് സംഭവിച്ചത്? ഗോവർദ്ധനം തൂക്കാൻ 7 ദിവസം അവിടെ പോയി നിന്ന്. പാപം. എവിടെ? വൃന്ദാവനം പോയിട്ടുണ്ടോ എല്ലാവരും? അല്ലെ? 7 ദിവസം ദേവേന്ദ്രൻ അഘോരം രാത്രിയും പകലും മഴ പെയ്യിച്ചപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? ഗോവർദ്ധന പർവ്വതം തൂക്കി വെച്ചു. അപ്പോ ഈ സമ്പ്രദായം എല്ലാം തെറ്റി. ഏത് സമ്പ്രദായം? ഈ ഭക്ഷണം കഴിക്കുന്ന ക്രമമൊക്കെ അവിടെ കാട്ടിലുണ്ടാക്കാൻ പറ്റില്ലല്ലോ. 7 നേരം പിന്നെ 8ാമത്തെ പുതിയ ഐറ്റം, ഇതൊക്കെ അവിടെ അസംഭവ്യം, നടക്കാതെ പോയി. യശോദയും വിചാരിച്ചു ഒരു കണക്കിൽ ഇതാണ്. വ്രജവാസികളെല്ലാം വിചാരിച്ചു ദേവേന്ദ്ര മഴ നിർത്തേ ചെയ്യല്ല, മഴ പെയ്തുകൊണ്ടേയിരിക്കട്ടെ, കാരണം ഞങ്ങൾക്ക് കൃഷ്ണനെ കണ്ടുകൊണ്ടേയിരിക്കാം. കാരണം വൃന്ദാവനത്തിലാണെങ്കിൽ അത് നടക്കില്ല. രാവിലെ പശുക്കളെ മേയ്ക്കാൻ പോയി കഴിഞ്ഞാൽ വൈകുന്നേരമാകും ആരെ കാണാൻ? തിരിച്ചു ഭഗവാനെ കാണാൻ. അപ്പൊ ഗോപികമാരെല്ലാം വീട്ടിന്റെ കൂരപ്പുറത്തും ജനാലയിലും അവിടെയും ഇവിടെയും ആ മുഴുവൻ ദിവസവും ഭഗവാന് വേണ്ടി കാത്തിരിക്കുകയാണ്. സന്ധ്യ ആയപ്പോ കൃഷ്ണൻ തിരിച്ചു വരും. ദിനപരീക്ഷയെ നീലകുണ്ടലൈ വനരുഹാനനം വിപ്രതാവൃതം ഘനരജസ്വരം ദർശയൻ മുഹു മനസി സ്മരാം വീരയച്ഛസി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ദിനപരീക്ഷയെ മുഴുവൻ ദിവസവും കഷ്ടപ്പെട്ടിട്ടാ വരുന്നത്. എന്താ ജോലി? പശുക്കളെ ജയിക്കുക. ഞാൻ സ്കൂളിൽ പഠിക്കാതെ എന്റെ അച്ഛൻ പറഞ്ഞതാണ്, നിന്നെ വളർത്തിന്ന് കേട്ട് എരുമയെ വളർത്തിയാൽ മതി. അന്ന് നിർത്തണം. സുദാമ പ്രഭു കി എവിടെ നിർത്തി? പിന്നെയാണ് മനസ്സിലായത് സർവേശ്വരനെ പശുക്കൾ മേയ്ക്കുന്ന പണിയായിരുന്നു. മുഴുവൻ ദിവസവും പശുവിനെ മേയിച്ചിട്ട് തല മുതൽ കാല് വരെ തിരിച്ച് വീട്ടിൽ വരുമ്പോ മുഴുവനും പൊടിയാണ്. ചില കുഞ്ഞുങ്ങളെയൊക്കെ കളിക്കാൻ അയച്ചാൽ തിരിച്ചെങ്ങനെ വരും? കണ്ണ് മാത്രം അതിൻ്റെ അകത്ത് കാണാം. പിന്നെ ചെവിയിലുള്ള 2 കുണ്ടലോ വേറെ ഒന്നും കാണാം, മൊത്തം പൊടി. അങ്ങനെയാണ് കൃഷ്ണൻ. അപ്പോ സന്ധ്യ വരെ ഗോപികമാർക്ക് ആരെ കാണാൻ കാത്തിരിക്കണം? എന്നാലും ഈ പ്രായം കുറഞ്ഞ ഗോപസ്ത്രീകൾക്ക് എല്ലാവരുടെ മുമ്പേയും ചെന്ന് ഭഗവാനെ കാണാൻ പറ്റില്ല. തൂണിന്റെ പുറകെ ഒളിച്ചിരുന്ന്, തിരശീലകളുടെ പുറകെ ഒളിച്ചിരുന്ന്, അങ്ങനെ പാത്തും ഇങ്ങനെയൊക്കെ ഭയന്നൊക്കെയാണ് കൃഷ്ണനെ കാണുന്നത്. അതുകൊണ്ട് ഈ ഗോവർദ്ധനം 7 ദിവസം മഴ പെയ്തപ്പോ ഗോപികമാർക്കും ഗോപന്മാർക്കും പ്രജവാസികൾക്കും എല്ലാവർക്കും സന്തോഷമായിരുന്നു. ഇന്ദ്ര, നീ മഴ നിർത്തേ ചെയ്യല്ലേ,
ഇന്ദ്രൻ ഇവരെ ഉപദ്രവിക്കാൻ മഴ പെയ്യിച്ചു. പക്ഷെ വൃന്ദാവനവാസികളെല്ലാം ദേവേന്ദ്രൻ നന്ദി പറഞ്ഞു, മഴ നിർത്തേ വേണ്ട, നിങ്ങൾ സന്തോഷം, അടിയിൽ പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങി. പാചകവും എല്ലാം അങ്ങനെ 7 ദിവസം കഴിഞ്ഞു. ഭഗവാൻ തിരിച്ചു വീട്ടിലെത്തി, സന്ധ്യക്കെത്തി. കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ പോയപ്പോ ഭഗവാൻ പറഞ്ഞു, ഡെയിലി അമ്മ എനിക്ക് 8 പുതിയ ഐറ്റം ഉണ്ടാക്കി തരണ്ടേ? അതെ. കഴിഞ്ഞ 7 ദിവസം ഉണ്ടാക്കി തന്നോ? നാളെ എനിക്ക് 7 × 8 എത്ര? 56 പുതിയ ഐറ്റം വേണം. ഡിമാൻഡ് ചെയ്തിട്ടാ കിടന്നു ഉറങ്ങിയത്. അപ്പോ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി യശോദാദേവി ഗോവർദ്ധന പർവ്വതം തൂക്കി ആ ലീല കഴിഞ്ഞ അടുത്ത ദിവസം എന്ത് ചെയ്തു? 7 × 8 56. ഇപ്പോഴും ജഗന്നാഥ് സ്വാമിക്ക് കുറഞ്ഞത് എത്ര ഐറ്റം നിവേദ്യം, ഭക്ഷണം? 56. പക്ഷെ നമുക്കും ഗോപികമാർക്കും ഒരു വ്യത്യാസമുണ്ട്. അവർ ഉണ്ടാക്കുന്ന 56 ഐറ്റവും പുതിയതാണ്. നമ്മള് ഒരേ വട ഇലയിൽ സെപ്പറേറ്റ്, രസത്തിൽ മുക്കി രസവട ഉണങ്ങിയതിനു ശേഷം ആ വട ഒന്നിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ കൃഷ്ണ ഭഗവാന് ഗോപികമാർ ഉണ്ടാക്കി കൊടുത്ത ചപ്പൻപോ 56 ഐറ്റം മുഴുവനും പുതിയതാണ്. രാധാറാണിയുടെ ഒരു പ്രത്യേക അനുഗ്രഹം. അങ്ങനത്തെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ ആയിരുന്നു ഗോവർദ്ധൻ പൂജ കഴിഞ്ഞ ഉടനെ. വൃന്ദാവനവാസികളും 7 ദിവസം നേരെ കഴിച്ചില്ല. അങ്ങനെ ഗോവർദ്ധന ലീല കഴിഞ്ഞ ഉടനെ തിരിച്ചു വീട്ടിൽ വന്ന് വലിയ ഒരു ഭക്ഷണത്തിന്റെ മേള തന്നെ അവിടെ നടന്നു എന്നാ പറയുന്നത്. രാധാരമണ ഹരിബോ, ജയ് ജയ് രാധാരമണ ഹരിബോ. कृष्णचंद्र भगवान की वृंदावन कृष्ण भगवान की. വൃന്ദാവനത്തില് ഭഗവാന് ഗോപികമാരെടുത്തുണ്ടായിരുന്ന ബന്ധവും ദ്വാരകയിൽ കൃഷ്ണ ഭഗവാന് രുക്മിണി എടുത്തുണ്ടായിരുന്ന ബന്ധത്തിനും ഒരു വ്യത്യാസമുണ്ട്. അവിടെ മര്യാദ, ഒരു ബഹുമാനം, ഒരു വിനയം, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ദ്വാരകയിൽ. പക്ഷെ ഗോപികമാർക്ക് ഭഗവാന്റെ അടുത്ത് അങ്ങനെ ഒന്നുമില്ല. ഒരു ദിവസം പിടിച്ച് കൃഷ്ണനെ തൂണില് കെട്ടിവെക്കും, ഒരു ദിവസം കൃഷ്ണനോട് വഴക്കുണ്ടാക്കും, ഒരു ദിവസം കൃഷ്ണ ഭഗവാനെ പിടിച്ചിട്ട് യമുനയ്ക്കകത്ത് തള്ളിയിടും. ഇതെല്ലാം ഗോപസ്ത്രീകൾ ചെയ്യും. പക്ഷെ ഇതൊന്നും ദ്വാരകയിൽ സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. അപ്പൊ അവിടത്തെ ഒരു ഐശ്വര്യഭാവവും വൃന്ദാവനത്തിൽ പ്രേമ, കൃഷ്ണന് 2 വ്യത്യസ്തമായ ബന്ധം. ദ്വാരകയിൽ ഐശ്വര്യഭാവവും വൃന്ദാവനത്തിൽ പ്രേമഭാവവും. ജഗന്നാഥ് സ്വാമി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരുമിച്ച് ചേർന്നതാണ് ജഗന്നാഥ് സ്വാമി. കാരണം ഇരിക്കുന്നത് ചക്രവർത്തിയായി ദ്വാരകാധീശനായിട്ടും ഹൃദയം വ്രജ വൃന്ദാവന ഭാവം. ഇങ്ങനെ ഈ 2 ഭാവവും കൂടി ചേർന്നതാണ് ജഗന്നാഥ് സ്വാമി. ജഗന്നാഥിന്റെ കൂടെ അടുത്തിരിക്കുന്നത് ആരൊക്കെയാണ്? ബലരാമനും സുഭദ്രയും ദ്വാരകയിൽ ചക്രവർത്തിയായിരിക്കുന്നു. പക്ഷെ ഹൃദയം കൊണ്ട് ജഗന്നാഥ് സ്വാമി ആരെയാ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? രാധാറാണി. അതുകൊണ്ട് ശങ്കരാചാര്യർ പാടി, രാധാ സരസ വപുരാലിംഗന സുഖോ ജഗന്നാഥ സ്വാമി നയന പതഗാമി ഭവാതുമി. ചക്രവർത്തിയായി സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴും ഹൃദയത്തിനകത്ത് അവിടെ രാധാറാണിയെ വിചാരിച്ചു കൊണ്ടിരിക്കുക. അപ്പോ മുഴുവൻ ജഗന്നാഥ്പുരിയിലും എല്ലാം ഒരു സമന്വയമായ ഒരു പ്രത്യേക ലീലയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യിൽ ഒരു ശംഖുണ്ട്. എന്താ പേര്? ഗാന്ധി. പാഞ്ചജന്യം. കൃഷ്ണ ഭഗവാന്റെ കയ്യിലുള്ള ശംഖ്.
ഇതിൽ പുറപ്പെടുന്ന ശബ്ദത്തിന് രണ്ട് അർത്ഥമുണ്ടത്രേ. എന്താണെന്ന് വെച്ചാല് ശത്രുക്കളെല്ലാം ആ ശബ്ദം കേട്ട ഉടനെ ഭയന്ന് ഓടും. ഭക്തജനങ്ങളെല്ലാം ആ ശംഖനാദം കേൾക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ അവരുടെ ഒരു പ്രേമഭാചനം, സ്നേഹത്തിലുള്ള ഒരു വ്യക്തി അവരെ രഹസ്യമായി വിളിക്കും. ഒരേ സൗണ്ടാണ്, പക്ഷെ കേൾക്കുന്നവർക്ക് ഓരോരുത്തർക്കും ഓരോ അർത്ഥമുണ്ടാകും. ശത്രുക്കൾക്ക് ആ ശബ്ദം ഭയമുണ്ടാക്കും, ഭക്തജനങ്ങൾക്ക് ആ ശബ്ദം ആനന്ദമുണ്ടാക്കും. അപ്പൊ രണ്ട് വ്യത്യസ്തമായ ജോലിയുണ്ട് ഭഗവാന്റെ ശംഖധ്വനിക്ക്. അങ്ങനെ ജഗന്നാഥ സ്വാമിയായി ഒരു ലീല ആടാൻ വേണ്ടി ഭഗവാൻ അവിടെ വന്നപ്പോ ഭഗവാന്റെ കയ്യിലുള്ള പാഞ്ചജന്യം മുൻപേ തന്നെ ഭൂമിയിൽ അവതരിച്ച് ഒരു പുണ്യധാമം, പുണ്യ സ്ഥലമായി മാറി ജഗന്നാഥ് സ്വാമിക്ക് വന്ന് ലീലകൾ ആടാൻ. അതുകൊണ്ട് ജഗന്നാഥ് പുരിക്ക് ശ്രീ ശംഖക്ഷേത്രം എന്നൊരു പേരുമുണ്ട്. അപ്പൊ എവിടെയെല്ലാം ജഗന്നാഥ് സ്വാമി ഉണ്ടോ ആ സ്ഥലത്തിനെ പാഞ്ചജന്യമാണ് താങ്ങിപ്പിടിച്ചിരിക്കുന്നത്. എന്നാൽ പാഞ്ചജന്യത്തിനെ നമുക്കിവിടെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. നമ്മൾ ആരുടെ പുറത്തായിരിക്കുന്നത്? പാഞ്ചജന്യം ഇവിടെ പ്രത്യക്ഷമായി ജഗന്നാഥ് സ്വാമിയെ വെച്ച് എല്ലാം ഒരു വ്യത്യസ്തമായ ഒരു രഹസ്യമായ ഒരു ലീലകളാ ജഗന്നാഥ് പുരി. നിങ്ങൾ ഫ്രണ്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാല് ഹനുമാനെ കയറ് കൊണ്ട് കെട്ടിവെച്ച്. ഹനുമാനെ കെട്ടാൻ പറ്റും? രാവണന്റെ വാല് കൊണ്ട് ഹനുമാനെ കെട്ടാൻ സാധിച്ചോ? ഇല്ല. പക്ഷെ ജഗന്നാഥ് പുരിയില് ഹനുമാനെ കെട്ടിവെച്ചിരിക്കുക. ജഗന്നാഥ് ഒരു ദിവസം ഹനുമാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ മിസ്റ്റർ ഹനുമാൻ. ഹനുമാൻ ചോദിച്ചെന്താ? ഞാൻ ജഗന്നാഥ് പുരി എവിടെയുള്ളത്? സമുദ്ര തീരത്താണ്. ഒരു രാത്രി പോലും ഉറങ്ങാൻ പറ്റും. എന്തുകൊണ്ടാ? ഈ സമുദ്രം നിരന്തരം തിരമാലകളെ ഉത്ഭവിപ്പിച്ച് ശബ്ദം ഉണ്ടായിക്കൊണ്ടേയിരിക്കില്ലേ? എപ്പോഴും ഷൂ ഷൂ എന്നൊരു സൗണ്ട്. ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഹനുമാൻ ചോദിച്ചു ജഗന്നാഥ് സ്വാമിയുടെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ സമുദ്രത്തിനെ ഒന്ന് നിയന്ത്രിക്കണം. അപ്പൊ ഹനുമാൻ ചോദിച്ചു, ഭഗവാന് സാധിക്കാത്തതായി പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഭഗവാൻ ഒരു ക്ഷണം വിചാരിച്ചാൽ മതി, ഇല്ലേ? പൂന്താനം പാടിയിട്ടില്ലേ? 2-4 ദിനം കൊണ്ടൊരുത്തനെ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ കാറിൽ വന്നിട്ട് കാലൊടിച്ച് തിരിച്ചു പോകുന്നത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. മേലെ ഉള്ളത് താഴോട്ട് വരും, താഴെ ഉള്ളത് മേലോട്ട് പോകും. എന്താ? രാത്രി പകൽ, ആണ് പെണ്ണ്, ലാഭം നഷ്ടം, ജയം പരാജയം, ഉയർന്നത് താഴ്ന്നത്, ഈ പ്രപഞ്ചം മുഴുവനും ദ്വന്ദ്വങ്ങളായി സൃഷ്ടിക്കപ്പെട്ടതാണ്. സുഖ ദുഃഖം എല്ലാം. അപ്പോ ഭഗവാനെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഉടനെ ഭഗവാൻ പറഞ്ഞു, ജഗന്നാഥ് സ്വാമി, ഹനുമാൻ, എന്നെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ കൊടിയിൽ സൂര്യനെയും ചന്ദ്രനെയും സ്ഥാപിച്ചിരിക്കുന്നത്. ജഗന്നാഥ് സ്വാമിയുടെ കൊടി കണ്ടിട്ടുണ്ടോ? മേലെ ഒരു ചന്ദ്രനും ഉണ്ടാകും, സൂര്യനും ഉണ്ടാകും. അതിന്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിൽ എവിടെയെല്ലാം സൂര്യനും ചന്ദ്രനും ഉണ്ടോ അതെല്ലാം എന്റെ ആധീനത്തിൽ, എന്റെ കൺട്രോളിലാണ് എന്ന് ജഗന്നാഥ് സ്വാമി പറയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമുദ്രത്തിനെ എന്തെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ? ഉടനെ ജഗന്നാഥ് സ്വാമി നാണിച്ചിട്ട് പറഞ്ഞു, ഹനുമാൻ, അത് വേറെ ഒന്നല്ല, സമുദ്രം എന്റെ ഫാദർ ഇൻ ലോ. ഭാര്യയുടെ വീട്ടിൽ എത്ര വലിയ ആളാണെങ്കിലും തൊട്ട് കളിക്കാതിരിക്കുന്നത് നല്ലതാണ്. അനിരുദ്ധ പ്രഭു സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യും. ഭഗവാൻ പോലും ഭാര്യയുടെ വീട്ടിൽ കെയർഫുൾ ആയിട്ടായിരിക്കും. എങ്ങനെ സമുദ്രം ഭഗവാന്റെ ഫാദർ ഇൻ ലോ ആയി? എങ്ങനെയായി? ലക്ഷ്മി ദേവി എവിടെ നിന്നാ വന്നത്? ക്ഷീരസാഗരം, പാലാടി എന്ന് വന്നതാണ്. അതുകൊണ്ട് സമുദ്രം ഭഗവാന്റെ ഫാദർ ഇല്ല. അതുകൊണ്ട് ആ സൈഡിൽ പോകില്ല. നിനക്കാണെങ്കിൽ പണ്ടേ ചാടി കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ഹനുമാൻ, നീ ഒന്ന് സമുദ്രത്തിനെ സൈലന്റ് ആക്കാൻ. ഉടനെ ഹനുമാൻ ചെന്ന സമുദ്രത്തിനെ നിയന്ത്രിച്ചു. ജഗന്നാഥ് സ്വാമിക്ക് ഉറങ്ങാൻ സാധിച്ചു. വീണ്ടും ഹനുമാൻ ഹിമാലയത്തിൽ. ജഗന്നാഥ് സ്വാമിക്ക് ദേഷ്യം വന്ന് ഹനുമാനെ പിടിച്ചവിടെ കെട്ടിവെച്ചു. അപ്പൊ ജഗന്നാഥ് പുരിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ചെരുപ്പൊക്കെ വെക്കുന്ന പുറത്ത് ഹനുമാനെ കാണാൻ പറ്റും. അവിടെ ഹനുമാനെ ചുവന്ന കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കാൻ. ആര് കെട്ടിവെച്ചിരിക്കുന്നു? ജഗന്നാഥ്. അത് കഴിഞ്ഞ് അമ്പലത്തിനകത്ത് കയറുമ്പോ മൂന്നാമത്തെ സ്റ്റെപ്പ് ബ്ലാക്ക് കളറിൽ ഒരു കല്ലുണ്ടാകും.
യമശില എന്നാണ് അതിന്റെ പേര്. യമനാണ്, യമധർമ്മൻ. യമധർമ്മൻ ഒരു ദിവസം ജഗന്നാഥ് സ്വാമി എടുത്ത് പറഞ്ഞു, എന്റെ കാര്യം വലിയ കഷ്ടമാണ്. ജഗന്നാഥ് സ്വാമി ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? ഞാൻ രാവിലെ ഒരു സഞ്ചിയായിട്ട് ഇറങ്ങി. തൃശ്ശൂരിൽ നിന്ന് 4 പേര്, അമല ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് 2 എണ്ണം, പിന്നെ പോകുന്ന വഴിക്ക് ഗുരുവായൂർ എത്തുന്ന മുമ്പ് ഇവിടെ നിന്ന് ഒരു ആളെ പിടിച്ചോണ്ട് പോട്ടെ, എനിക്കൊരു ജോലിയില്ലേ. ആർക്ക്? ഹനുമാൻ, യമൻ. പിന്നെ എന്റെ ഇനിയൊരു കഷ്ടപ്പാടെന്ന് വെച്ചാൽ കർക്കിടക മാസം ടാർഗറ്റ് വരുന്നത് കുറച്ച് കൂടുതലാണ്. ആർക്ക്? യമൻ. അന്ന് കുറച്ച് ആളെ കൂടുതൽ കൊണ്ടുപോകണം. എനിക്ക് എല്ലാ സ്ഥലത്തു നിന്ന് ആളെ കിട്ടുന്നുണ്ട്. ജഗന്നാഥ് പുരിയിൽ വന്ന ഒറ്റ ആളും കിട്ടാറില്ല. എല്ലാരും വന്ന് അങ്ങേ ദർശനം എടുത്തിട്ട് നേരെ വൈകുണ്ഠത്തിലേക്ക് പോവാണ്. ആരും തന്നെ യമപുരിയിലേക്ക് വരാറില്ല. അതുകൊണ്ട് ഇത് ശരിയാവില്ല, എനിക്ക് ഇവിടെയും കൂടെ 2 പേരെ കിട്ടണം. ഉടനെ ജഗന്നാഥ് സ്വാമി പറഞ്ഞു, നീ ആ പടിയിൽ അങ്ങ് കിടന്നോ, ആരെങ്കിലും നിന്നെ ചവിട്ടാണെങ്കിൽ പിടിച്ചോണ്ട് പോയിക്കോളാം. ഉടനെ ഭക്തജനങ്ങൾക്കൊക്കെ വലിയ സങ്കടമായി. ജഗന്നാഥ് സ്വാമി മഹാചതിയാണ് അങ്ങ് ചെയ്തത്. യമനെ പിടിച്ച് പടിയിൽ കിടത്തിയ ഇനി ആരെങ്കിലും അമ്പലത്തിനകത്ത് വരും. അപ്പോ ഭഗവാൻ പറഞ്ഞു, നാമം ജപിച്ചിട്ട് യമന്റെ തലയിൽ നൃത്തം വെച്ചാലും ശരി, യമന് നിങ്ങളെ നരകത്തിൽ കൊണ്ടുപോകാനേ പറ്റില്ല. അതുകൊണ്ട് ജഗന്നാഥ് പുരി ക്ഷേത്രത്തിനകത്ത് പോകുമ്പോ എങ്ങനെ പോണം? നാമം ജപിച്ചിട്ട് യമനും അതാ സന്തോഷം. യമന് അറിയാം ജഗന്നാഥ് സ്വാമി പറ്റിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ യമന്റെ സന്തോഷം എന്താണ്? ഭക്തജനങ്ങളെല്ലാം തന്റെ തലയിൽ കയറി നാമവും ചൊല്ലി നൃത്തം വെക്കുകയാണ്. അല്ലേ? യമരാജ് കി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 പിന്നെ അങ്ങനെ യമശിലയുടെ പുറത്ത് ഡാൻസ് ഒക്കെ കളിച്ച് അകത്ത് പോയ ഏകാദശിയെ പിടിച്ച് കെട്ടി വെച്ചിരിക്കുന്നു ജഗന്നാഥ്. എല്ലാരും ഏകാദശി വ്രതം എടുക്കാറുണ്ടോ? ഏകാദശിക്ക് വ്രതം ഇരിക്കുന്നത് വളരെ നല്ലതാണ്. ചന്ദ്രന്റെ 11ാമത്തെ ദിവസം ഏകാദശി ദിവസം, അത് ഹരിയുടെ ദിവസമായിട്ടാ ശാസ്ത്രം പറയുന്നത്. അന്ന് നമ്മുടെ ശാരീരിക ആവശ്യങ്ങളെ കുറച്ചുകൊണ്ട് ഇസ്കോണുകാരെ കണ്ടാലും ചീത്തയാണ്. കാരണം അന്ന് അവര് ഏകാദശിക്ക് കഴിക്കുന്ന കഴിപ്പുണ്ടല്ലോ. ആർക്ക് വേണമെങ്കിലും ഏകാദശി എടുക്കാൻ പറ്റും. ഏകാദശി എന്ന് പറഞ്ഞാല് ശാരീരികമായ ആവശ്യങ്ങളെ കുറയ്ക്കുക. ഞാൻ ഒരു ഭക്തന്റെ വീട്ടിൽ പോയപ്പോ ഏകാദശിക്ക് പുട്ട്, ദോശ. ഞാൻ ചോദിച്ചപ്പോ മറ്റേ ടാപ്പിയൊക്കെ എന്ത് പറയും മലയാളത്തിൽ? കപ്പയെ ഇടിച്ച് പുട്ട. അത് പാവം വായ ഉണ്ടെങ്കിൽ കരഞ്ഞ് അതിനിടിച്ച് പുട്ടാക്കി വെച്ചു. ഏകാദശിയുടെ യഥാർത്ഥ അർത്ഥം എന്ന് വെച്ചാൽ ശാരീരികമായ ആവശ്യങ്ങളെ കുറച്ചുകൊണ്ട് ഭഗവത് സ്മരണയെ കൂട്ടുക. അപ്പൊ 3 നേരം കഴിക്കുന്നത് ഒരാള് കഴിക്കും, 1 നേരം കഴിക്കുക. ധാന്യങ്ങളൊക്കെ കഴിക്കുന്നവർ ധാന്യത്തിനെ ഉപേക്ഷിച്ച് കുറച്ച് പഴം മാത്രം, അല്ലാതെ 1 കുറ്റി പുട്ടുപോലെയല്ല കഴിക്കേണ്ടത്. ഏകാദശിക്ക് ശാരീരികമായ ആവശ്യങ്ങളെ കുറച്ചുകൊണ്ട് ധാന്യം ഉപേക്ഷിച്ച് പഴങ്ങൾ മാത്രം അങ്ങനെ കഴിച്ച് ഭഗവത് സ്മരണ, ഹരിയുടെ സ്മരണ അന്നത്തെ ദിവസം വർദ്ധിപ്പിക്കുക.
അപ്പൊ ഏകാദശി ജഗന്നാഥ് സ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഒരുവിധം പറഞ്ഞ് യശോദാദേവി എടുത്ത് 56 ഐറ്റം വാങ്ങിച്ചുകൊണ്ടിരിക്കുക. നീ വന്ന് ഇവിടെ ഇരുന്നാൽ എനിക്കും കൂടെ ഏകാദശി വ്രതം എടുക്കേണ്ടി വരും. അതുകൊണ്ട് ജഗന്നാഥ് സ്വാമി എന്ത് ചെയ്തു? ഏകാദശി ദേവിയെ കൂടെ ഒരു ചുവന്ന കയറിൽ കെട്ടി കാലിനടിയിൽ അങ്ങ് വെച്ചു. അപ്പൊ ജഗന്നാഥ് സ്വാമി ക്ഷേത്രത്തിൽ പുറകെ വരുമ്പോ ബാക്ക് സൈഡില് മേലെ നിങ്ങൾക്ക് നരസിംഹമൂർത്തിയെ കാണാം. ഒരു പോയിന്റിൽ വന്നാൽ മേലെ കാണാൻ പറ്റും. അതിന്റെ അടിയില് ഒരു ചെറിയ 1 അടി സൈസിൽ ഒരു അമ്പലം താഴെ. അവിടെ ആരെടുത്ത് ചോദിച്ചാലും പറഞ്ഞു തരും. അവിടെ ഏകാദശി ദേവിയെ കയർ വെച്ച് കെട്ടി വെച്ചിരിക്കാം. എത്ര പേര് കണ്ടിട്ടുണ്ട് ഏകാദശി ദേവി അവിടെ ജഗന്നാഥ് പുരിയില്? കുറച്ചു പേരൊക്കെ കണ്ടു. അത് കാരണം ജഗന്നാഥ് പുരി ക്ഷേത്രത്തിലുള്ള ബ്രാഹ്മണർ പുരോഹിതന്മാരൊന്നും ഏകാദശി വ്രതം എടുക്കാറില്ല. അപ്പൊ ഹരേ കൃഷ്ണ ഭക്തരും ചോദിച്ചു പ്രഭുപാദടുത്ത്, എന്നാ നമുക്കും പൂരി പോയ ഏകാദശി എടുക്കണ്ട ഇല്ലേ? പ്രഭുപാദ് പറഞ്ഞു, എല്ലാം എണ്ണം എടുക്കുന്ന ഏകാദശി. അത് ഒരു പ്രത്യേക ഒരു ഡിസ്കൗണ്ട് അവർക്ക് കൊടുത്തതാണ്. അപ്പൊ അങ്ങനെ ഏകാദശി ദേവിയെ അവിടെ പിടിച്ച് കെട്ടിവെച്ചു. പിന്നെ ഒരു അത്ഭുതകരമായ ലീല എന്ന് പറഞ്ഞാൽ ജഗന്നാഥ് സ്വാമിക്ക് ധൂപം തെളിയും. നമ്മുടെ പൂജയിലൊക്കെ ആദ്യം എന്ത് ചെയ്യും? ധൂപം, ചന്ദനത്തിരിയൊക്കെ കാണിക്കൂല, പുകയൊക്കെ ഇടും. എന്താ പറയാ ഇംഗ്ലീഷിൽ? നല്ല സുഗന്ധം വരില്ല ആ സാധനം. ഇപ്പൊ അത് കൊതുവിനെയൊക്കെ ഓട്ടിക്കാനാണ് കത്തിച്ചു വെക്കണം പലരും. അതെ, നല്ല സുഗന്ധം, ധൂപം. അതിന് വരെ ഒരു കഥയുണ്ട് അവിടെ. അത്ഭുതകരമായ ലീല. ജഗന്നാഥ് പുരി ക്ഷേത്രത്തിനകത്ത് ധൂപമായിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മണന്റെ പത്നിയാണ്. ലക്ഷ്മണന്റെ ഭാര്യ ആരാണ്? മിസസ് ലക്ഷ്മൺ, ഊർമിള. ഊർമിളയാണ് അവിടെ സുഗന്ധമായി ഇരിക്കുന്നത്. കാരണം രാമായണത്തിൽ 14 വർഷം ശ്രീരാമചന്ദ്രമൂർത്തി വനവാസത്തിന് പോയ സമയത്ത് ലക്ഷ്മണൻ 14 വർഷവും ഒരു തുള്ളി വെള്ളം കുടിച്ചില്ല, കൺപോള അടച്ചില്ല, ഉറങ്ങിയില്ല, വിശ്രമിച്ചില്ല, സദാസമയവും സേവനത്തിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലക്ഷ്മണ എന്ന് പേര്. ലക്ഷ്മണ എന്ന വാക്കിന്റെ അർത്ഥം ലക്ഷ്മിയുടെ മാർഗം പിന്തുടരുന്ന ആൾ എന്ന അർത്ഥം. ലക്ഷ്മി ദേവി സദാസമയം എന്ത് ചെയ്യും? ഭഗവാന്റെ പാദം വിട്ട് പിരിയേയില്ല, പാദസേവനം ചെയ്തുകൊണ്ടേയിരിക്കും. യാതൊരു കംപ്ലൈന്റ് ഇല്ല. എന്താണ് യയാത്മാ സുപ്രസീദതി? അതിന്റെ മുമ്പത്തെ ലൈൻ അഹൈതുകി അപ്രതീഹത യയാത്മാ സുപ്രസീദതി. ജീവിതത്തിൽ ഒരു പരാതിയോ ഒന്നും ആവശ്യമോ ലക്ഷ്മി ഉന്നയിച്ചിട്ടേയില്ല. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ എത്ര പേരാണ് ജീവിതത്തിൽ പരാതിയെ പറയാത്ത ആൾക്കാർ? ഇന്നത്തെ ദിവസം മണി 12 ഇതുവരെ പരാതി പറയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്നത്തെ ദിവസം ഉറക്കമായിരുന്നു. ഇന്ന് പരാതി ഒന്നും സമയം കിട്ടിയില്ല, അതിനുള്ള ചാൻസ് കിട്ടിയില്ല. ഇപ്പൊ ലക്ഷ്മി ദേവിയുടെ പ്രത്യേകത ലൈഫ് ലോങ് പരാതിയെ പറഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത്തത്, എനിക്കിത് വേണം എന്ന് ചോദിച്ചിട്ടുമില്ല. നമ്മളെ പോലെ ആണോ? എല്ലാം വലിയ വലിയ ലിസ്റ്റാണ്. അമ്പലത്തിൽ വന്നാൽ തന്നെ ലിസ്റ്റാണ്. ഭഗവാനെയൊക്കെ കുറുക്ക് തരണം, മാറ്റി തരണം, മകളുടെ കല്യാണം ശരിയാക്കി തരണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ലക്ഷ്മി ദേവി പരാതികളും ഇല്ല, ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ലക്ഷ്മി ദേവിയുടെ പാത പിന്തുടർന്ന് സേവനം ചെയ്യുന്നത് കൊണ്ടാണ് രാമാനുജൻ, രാമന്റെ അനുജൻ എന്ത് പേര് കിട്ടിയത്? ലക്ഷ്മണ. ഇനി ഒരാൾക്ക് ഭരതൻ. ഭരതൻ എന്ന് പറഞ്ഞാൽ വോളണ്ടറിലി സ്വമേധയായി ചെന്ന് ഒരു ഭാരം തൂക്കി വെച്ച ആൾ. 14 വർഷവും അയോധ്യയിൽ ഒരു വ്യക്തിയും ഭരതനെ വിശ്വസിച്ചില്ല. എല്ലാവരും പറഞ്ഞു ഭരതനെ കണ്ട് അമ്മയും മകനുമായി ചേർന്ന് രാമനെ 14 വർഷം കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. മഹാഘോര ചതിയാണ് നിങ്ങൾ ചെയ്തത്. രാമന്റെ അടുത്ത് ചെന്ന് രാജ്യം വേണമെന്ന് ചോദിച്ചിരുന്നെങ്കിൽ രാമൻ സന്തോഷത്തോടെ നിനക്ക് തരുമായിരുന്നു. എല്ലാവരും ഭരതനെ പഴിചൊല്ലി. ഭരതൻ തെറ്റു ചെയ്തോ? എന്നിരുന്നാലും ആ ഒരു ചുമ, ആ ഒരു ഭാരം, തെറ്റ് ചെയ്യാതെ കിട്ടിയ പഴിച്ചൊൽ 14 കൊല്ലം താങ്ങി പിടിച്ചത് കൊണ്ടാണ് അദ്ദേഹം, ആ ഭാരം തൂക്കിയത് കൊണ്ടാണ് ഭരതൻ എന്ന പേര്. ഇപ്പോ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്കാണ് ചെയ്യാതെ തെറ്റിന് ചീത്തപ്പേര് കേൾക്കേണ്ടി വന്ന ഒരു സാഹചര്യം എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട്?
എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കും. അങ്ങനെ പല്ലും കടിച്ചുകൊണ്ടിരിക്കോ? മലയാളിയാണെങ്കിൽ ഒരിക്കലും ഇരിക്കില്ല, ഇല്ലേ? പക്ഷെ 14 കൊല്ലം ശാന്തിയും സമാധാനത്തോട് ചീത്തപ്പേരെല്ലാം താങ്ങിപ്പിടിച്ചത് കൊണ്ട് ഭരതൻ എന്ന പേരാണ്. അപ്പോ ഈ ധൂപം, ജഗന്നാഥ് സ്വാമിയുടെ ധൂപം ആരാണ്? ഊർമിള. 14 വർഷം കഴിഞ്ഞ് ഇടയ്ക്ക് ശ്രീരാമചന്ദ്രമൂർത്തി എങ്ങനെയോ അറിഞ്ഞു, ലക്ഷ്മണൻ 14 വർഷമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. ഇത്ര ഒരു മഹാത്യാഗം ചെയ്തിട്ട് കൂടെ ഇരുന്നവരാരും അറിഞ്ഞിട്ടും ഇല്ല. നമ്മളാണെങ്കിൽ എന്തെങ്കിലും ഒരു സേവ ചെയ്താൽ 10 പേരെ വിളിച്ച് അറിയിച്ചിരിക്കും, ഇല്ലേ? അഥവാ കാണിക്കവഞ്ചിയില് 10 രൂപ എടുക്കണമെങ്കിൽ ഇങ്ങനെ അതിനെടുത്ത് എല്ലാരെയും കാണിച്ച് തലയിൽ ഇങ്ങോട്ട് ചുറ്റി തൊപ്പി ഉള്ള കാശ് എല്ലാം അമ്പലത്തിൽ കണ്ടിട്ടുണ്ടാ ഈ പൈസ എടുത്ത് തലയിൽ ചുറ്റി ഇടുന്നത്, ഇല്ലേ? എന്റെ എല്ലാം കൊലഞ്ഞു ഭഗവാന് കൊടുക്കുമ്പോ അങ്ങനെയാ കൊടുക്കും. എന്ത് മഹാദോഷം, ഇല്ലേ? അത് കൊടുക്കണത് 1 രൂപ കോയിൻ ഭിക്ഷക്കാരൻ പോലും എടുക്കും. അതിനെടുത്താണ് ഇങ്ങോട്ട് ചുറ്റി, ഇല്ലേ? എല്ലാം ഓട്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷെ 14 കൊല്ലം ലക്ഷ്മണൻ അല്പം വെള്ളം പോലും കുടിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്നാൽ കൂടെ ഉള്ളവരാരും ഈ ഒരു മഹാത്യാഗത്തിനെ അറിഞ്ഞിട്ടില്ല. എല്ലാരും കൂടെ വഴിയിൽ ഇരുന്ന് ഭക്ഷണം വാങ്ങിക്കും, ആർക്കും സംശയം വരാതിരിക്കാൻ. നമ്മൾ അങ്ങനെയല്ല. ഒരു ഏകാദശി, ഇന്നലെ ഏകാദശി വ്രതം ഞാൻ പിടിച്ചു, അതിലൊരു പ്രത്യേക ക്രെഡിറ്റ്. 14 കൊല്ലം കഴിഞ്ഞ് ശ്രീരാമചന്ദ്രമൂർത്തി എങ്ങനെയോ മനസ്സിലാക്കി ലക്ഷ്മണൻ കഴിക്കുന്നില്ല. അപ്പൊ തിരിച്ച് അയോധ്യയിൽ പോയപ്പോ ഇത് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ഒരു മഹാ കല്യാണ ഗുണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ പേരും പറഞ്ഞ് അവർക്ക് നന്ദി അറിയിച്ചു. ഭരതാ നിനക്ക് നന്ദി, ലക്ഷ്മണ, ഊർമിള, ജനക മഹാരാജ്, ശ്രീ ശ്രീ രാധാ കൃഷ്ണ ഭഗവാൻ കീ. എല്ലാവർക്കും നന്ദി പറഞ്ഞ കൂട്ടത്തില് ലക്ഷ്മണനും നന്ദി പറഞ്ഞു. ഈ ലക്ഷ്മണൻ 14 കൊല്ലമായിട്ട് ജലം പോലും കുടിക്കാതെ ഉപവാസം ഇരിക്കുകയാണ്. ആർക്കും വിശ്വാസം വന്നില്ല. വാനരന്മാർക്ക് വിശ്വാസമായില്ല. കൂടെ ഇല്ല, ഞങ്ങളുടെ കൂടെ വരിയിൽ നിന്നല്ലേ ഭക്ഷണം വാങ്ങിച്ചത്, പ്ലേറ്റും കൊണ്ടുപോകണം നമ്മൾ കണ്ടല്ലോ എന്നൊക്കെ ഓരോരുത്തരും പറഞ്ഞു. ഉടനെ ശ്രീരാമചന്ദ്രമൂർത്തി വനദേവതയെ വിളിച്ചു. വനദേവതയെടുത്ത് ചോദിച്ചു, 14 കൊല്ലം ലക്ഷ്മണൻ ഭക്ഷണം കഴിച്ചില്ല എന്നുള്ളത് സത്യമാണോ? അതേ, സത്യമാണ്. അപ്പൊ എന്താ ചെയ്തത്? ഭക്ഷണം എല്ലാരുടെ കൂടെയും വരിയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോയിട്ട് ഈ മരത്തിന്റെ പൊന്തുണ്ടാവില്ലേ, ചില ഹോളോ ട്രീ, മരത്തിന്റെ പൊന്ത്, അതിനകത്ത് അങ്ങിട്ടേക്ക് കഴിക്കില്ല. പക്ഷെ ആരും കാണേയില്ല. നമ്മളും സേവനം ചെയ്യും, പക്ഷെ എല്ലാരും അത് അറിഞ്ഞിരിക്കണം. അമ്പലത്തിലേക്ക് ഒരു ട്യൂബ് ലൈറ്റ് 40 രൂപയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത് അതിൽ 100 രൂപയുടെ പെയിന്റിൽ ഡൊണേറ്റഡ് ബൈ സോമശേഖരൻ പിള്ള, വീട്ടിന്റെ അഡ്രസ്, ഫോൺ നമ്പർ എല്ലാം കൂടെ ഇത്ര വലിയ ത്യാഗം ചെയ്തിട്ട് ഒരാളും അറിഞ്ഞിട്ടില്ല. വനദേവത വന്ന് സാക്ഷ്യം പറഞ്ഞു, 14 വർഷം ലക്ഷ്മണൻ ഭക്ഷണം വന്ന് എന്റെ മരത്തിന്റെ പൊന്തുകളിൽ കളയുമായിരുന്നു, പക്ഷെ ഒരു ദിവസം മാത്രം കളഞ്ഞില്ല. ഭാരതക്കാർ പറഞ്ഞു, അന്ന് കഴിച്ചല്ലേ? അപ്പോ ലക്ഷ്മണൻ പറഞ്ഞു, ഇല്ല പ്രഭു, അന്ന് ദശരഥ ചക്രവർത്തിയുടെ മരണത്തിന്റെ കർമ്മം ചെയ്തു, നമ്മൾ ആരുമേ ഭക്ഷണം കഴിച്ചില്ല. ശ്രീരാമചന്ദ്രമൂർത്തി കണ്ണുകൾ നിറഞ്ഞു പോയി. ലക്ഷ്മണനെ സ്തുതിച്ചപ്പോൾ ലക്ഷ്മണൻ 2 ചെവിയും പൊത്തി രാജ്യസദസ്സിൽ നിന്ന് ഓടി. നമ്മളിൽ എത്ര പേർക്കാണ് അപ്രീസിയേഷൻ ഇഷ്ടമില്ലാത്തത്? നമ്മൾ ആരെങ്കിലും സ്തുതിക്കുമ്പോ അയ്യോ അങ്ങനെയൊന്നും പറയരുത്, ചെവി പൊത്തി ഓടോ നമ്മള്? നമ്മൾ പറയും എല്ലാം ഭഗവാന്റെ. അതിന്റെ അർത്ഥം എന്താണ്? സാർ നിർത്തണ്ട, പറഞ്ഞോണ്ടേ കേൾക്കാൻ സുഖവും. ലക്ഷ്മണൻ ചെവിയും പൊത്തിക്കൊണ്ട് സദസ് വിട്ട് ഓടിപ്പോയി. അവിടെ ഊർമിള ഉണ്ടായിരുന്നു. ശ്രീരാമചന്ദ്രമൂർത്തി ഊർമിളയെ വിളിച്ചു. ഊർമിള, നീ ചെയ്ത ത്യാഗത്തിന് അതിരുകളില്ല, നിസ്സീമമായ ത്യാഗം. അതിന് ഞാൻ തിരിച്ചു ഒന്നും തരാൻ പറ്റില്ല. അപ്പൊ ഊർമിളയ്ക്ക് ഓടാൻ പറ്റില്ല ഇത്രയും വലിയ സദസ്സിൽ. ഊർമിള തലയെല്ലാം കുനിഞ്ഞിട്ട്, പ്രഭോ എനിക്ക് ഒരേ ഒരു അനുഗ്രഹം തന്നാൽ മതി. എന്താണെന്ന് ചോദിച്ചു. എനിക്ക് എപ്പോഴും സേവനം ചെയ്യാനുള്ള അവസരം വേണം, പക്ഷെ എന്നെ ആരും അറിയാൻ പാടില്ല, ശ്രദ്ധിക്കാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു വ്യക്തി സേവനം ചെയ്തു എന്ന് രണ്ടാമത്തെ ഒരു വ്യക്തി അറിയാൻ പാടില്ല. അപ്പൊ ജഗന്നാഥ് സ്വാമി ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു, ഞാൻ കലിയുഗത്തിൽ ജഗന്നാഥായി വരും, നീ എന്റെ അടുത്ത് സദാസമയം എന്തായിരിക്കും? രൂപമാ. ധൂപത്തിന് രൂപമുണ്ടോ? രൂപമില്ല. ധൂപത്തിനെ ആരെങ്കിലും ശ്രദ്ധിക്കോ? ഊർമിള.
ഇങ്ങനെ ജഗന്നാഥിന്റെ ലീലകളെല്ലാം വളരെ മനോഹരമായ ലീലകളാണ്. ആ ജഗന്നാഥ് സ്വാമിയെ ഇന്ന് നമ്മൾ രഥത്തിലിരുത്തി ഈ തെരുവുകളിൽ വലിച്ചുകൊണ്ട് പോകുന്നു. ജഗന്നാഥിന്റെ കൃപാകാരുണ്യം വിതരണം ചെയ്യാൻ നമ്മൾ എല്ലാവരും ചെറിയ ചെറിയ കണ്ണികളായി ഉപകരണങ്ങളായി ഇന്ന് മാറുന്നു. ആ ഒരു സേവനം നിറഞ്ഞ മനസ്സോട് ചെയ്യുക. ശ്രീ ശ്രീ ജഗന്നാഥ് സ്വാമി കി ബലദേവ് കി ഭദ്രാ മഹാരാണി കി ശ്രീല പ്രഭുപാദ की मिठाई गौर प्रेमानंदे